കൊല്ലവർഷം 1200 ആണ്ട് മലയാള വർഷത്തെ ഫലമാണ് ഈ പ്രാവശ്യം നമ്മൾ പറയുന്നത്. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം പൊതുവെ ഏറ്റവും നല്ലൊരു സമയമാണ്. മാർച്ച് മാസം വരെ അവർക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങളാണ്. അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതിനും അവരുടെ ബിസിനസ്, അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുന്നവർക്ക് ഏറ്റവും ശോഭനമായ ഫലങ്ങളാണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടാവുന്നത്. അശ്വതി നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന വീട്, അതുപോലെ പുതിയ വാഹനാദികൾ, കുട്ടികൾക്ക് വിദേശത്തേക്ക് പോകാനുള്ളത്, വിവാഹ കാര്യങ്ങൾ ഒക്കെ നടക്കുന്നതിന് ഏറ്റവും നല്ല സമയമാണ്. ശനിയാണെങ്കിലും അവർക്ക് നല്ല അനുകൂലാവസ്ഥയിലാണ്, വ്യാഴാണെങ്കിലും അവർ അനുകൂലാവസ്ഥയിലാണ്. അപ്പോൾ 2ാം ഭാവത്തിലൊക്കെ വ്യാഴം നിൽക്കുന്ന ഒരു കാലഘട്ടം അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയവും ആ കുടുംബത്തിലെ ഐക്യവും സമാധാനവും നിലനിൽക്കുന്നതിന് ഏറ്റവും നല്ലൊരു സമയമാണ് 1200 ആണ്ട്. ഇനി ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷം നല്ലൊരു ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്കാണെങ്കിലും 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടും ശനീശ്വരൻ 11-ലായതുകൊണ്ടും ലാഭസ്ഥാനങ്ങളാണ് കൂടുതൽ വരുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനത്തെ നമുക്ക് കിട്ടുക, അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുക, നമ്മുടെ മക്കൾക്കാണെങ്കിലും വിദേശത്തേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകപ്പെടുന്നതിന് ഒരു ഇൻ്റർവ്യൂ എഴുതിയ പെട്ടെന്ന് അത് ലഭിക്കാനൊക്കെയുള്ളൊരു ഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു മാസം, ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം ഭരണിക്കാർക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ല 2 നിധി, അതായത് പ്രതീക്ഷിക്കാത്ത ധനം വരിക എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതും കുടുംബത്തിലുണ്ടാകുന്ന നല്ല നല്ല പ്രവൃത്തികൾക്കും നല്ല ഗുണങ്ങൾക്കും വേണ്ടി കൃഷ്ണൻ്റെ അമ്പലത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ പോയിട്ട് മുന്നിൽ വിളക്കും പിന്നെ അതേപോലെ തന്നെ വില്ലുവാർച്ചനയും നൽകുന്നത് ഈ ഭരണിക്കാർക്ക് ഏറ്റവും നല്ല ഫലമാണ്. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക്, മേടക്കൂറിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ്. അവർ മേടക്കൂറിൽ നിൽക്കുന്ന കാൽഭാഗമാണ് കാർത്തികയിലുള്ളതെങ്കിലും അവർക്ക് ഏറ്റവും ശോഭന ഫലമാണ്. ഇതേപോലെ തന്നെ കുടുംബത്തിൽ പ്രതീക്ഷിക്കാത്ത ധനങ്ങളും കാര്യങ്ങളും വരും. വീട് വെക്കുന്നതിനും അതേപോലെ ഇവർ വിചാരിച്ച കാര്യങ്ങളിലേക്ക് ധനഭാവപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിനൊക്കെ ഈ വർഷം ഏറ്റവും നല്ലത് കാര്യങ്ങളാണ്. കുട്ടികൾക്കാണെങ്കിലും വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നത് സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നതിനും അത് മാർച്ച് മാസം ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കാനൊക്കെ ഈ ഒരു വർഷം ശോഭനമായ ഫലങ്ങൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. കാർത്തികയുടെ 3/4 ഭാഗവും നമുക്ക് ഇടവത്തിലാണ് വരുന്നത്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അധികമായിട്ടൊരു ഇതുങ്ങളല്ലെങ്കിലും കർമ്മത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മുടെ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിച്ചാൽ ശനീശ്വരൻ നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ഏറ്റവും നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ കുടുംബത്തിൽ വിവാഹാദി കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിൽ എന്തെങ്കിലും വരുമോ, തടസ്സങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് തന്നെ ഇടവത്തിലെ കാർത്തികയുടെ 3/4 ഭാഗമുള്ളവർക്കും ഇത് നല്ലൊരു സമയം തന്നെയാണ് വരുന്നത്. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇടവക്കൂറിലുള്ളവരാണ്. ആ നക്ഷത്രക്കാർക്ക് ഇത് നന്നായിട്ട് ശനീശ്വരൻ 10-ലാണ്, കർമ്മത്തിലാണ്. മാർച്ച് വരയ്ക്ക് നമുക്ക് നല്ല ഒരു സമയമാണ്. കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. കർമ്മത്തെ ശ്രദ്ധിച്ച് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് അതിനുള്ളൊരു ഒരു നന്നായി കർമ്മത്തിലൂടെ ഫലം നമുക്ക് മാർച്ച് കഴിഞ്ഞാൽ ശനി മാറുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ശോഭന ഫലം കിട്ടുക. അപ്പോൾ നമുക്ക് തടസ്സങ്ങളുണ്ടായിരിക്കും. ആ തടസ്സത്തെ കണ്ട് ഭയന്ന് നമ്മൾ മുന്നോട്ട് പോകരുത്. ഇപ്പം ഇന്ന് ശരിയായില്ലെങ്കിൽ അത് നാളെ ശരിയാവും എന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവത്തിലൂടെ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. കുട്ടികളാണെങ്കിലും ഇപ്പോൾ പഠന കാര്യങ്ങൾക്കാണ് വിദേശത്തേക്ക് നിറയെ കുട്ടികൾ പോകുന്നത്. അപ്പോൾ ആ കുട്ടികൾക്കാണെങ്കിലും നമ്മളൊരു ടെസ്റ്റ് എഴുതി, അപ്പോൾ അതിലൊരു പ്രാവശ്യം പോയി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വെച്ച് അവർ നിരാശപ്പെടേണ്ട കാര്യങ്ങളില്ല. നമ്മൾ കർമ്മമാണ് മുഖ്യം. ഇതിൽ കർമ്മത്തിൽ ശനീശ്വരൻ നിൽക്കുന്നത് കൊണ്ട് കണ്ടകശനിയാണ്. പിന്നെ കുറച്ച് നാൾ നമുക്കൊരു വക്രഗതി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ നന്നായിട്ട് പോവുക, വില്ലുവാർച്ചന കൊടുക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക.
ദേവീ ക്ഷേത്രത്തിൽ ദേവിയോട് നന്നായി ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. അപ്പോൾ അവർക്ക് ഈ ഒരു വർഷം നന്നായിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. മകേരത്തിൽ അരഭാഗം ഈടവത്തിലാണ് നിൽക്കുന്നത്. ഈ മകേരത്തിൻ്റെ അരഭാഗമുള്ളവർക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോകണം. കർമ്മത്തിൽ ഈ ശനീശ്വരൻ നിൽക്കുന്നത് കൊണ്ടും ലഗ്നത്തിൽ നമുക്ക് വ്യാഴം നിൽക്കുന്നത് ദൈവാധീനം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് എപ്പോഴും കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മറ്റുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വ്യതിചലിക്കാതെ കർമ്മത്തിൽ മാത്രം മുന്നോട്ട് നിൽക്കുക. അതേപോലെ രാഹു 11-ലുണ്ട്. ആ രാഹു ആണെന്നുണ്ടെങ്കിൽ 11-ൽ രാഹു നല്ല ഭാവമാണ്, ഗോചരാവസ്ഥയാണിത്. നിങ്ങളുടെ ജാതകത്തിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥയും കൂടി ഇതിൽ വരുന്നതാണ്. ഇത് നമ്മളൊരു വർഷത്തെ ഫലത്തിലാണ് നമ്മളിതൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ വളരെ സൂക്ഷിക്കുക. പിന്നെ കർമ്മത്തിൽ വളരെയധികം നന്നായിട്ട് ഇപ്പോൾ ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ബിസിനസ് കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം പൈസ ഇടപാടുകൾ നടത്താതെ വാക്കുകളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് 2 ദിവസമൊക്കെ നന്നായി മനസ്സിലൊരു തീരുമാനമെടുത്തതിന് ശേഷം വാക്കുകൾ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പിന്നിൽ മുന്നിൽ വിളക്ക് ധാര കൊടുക്കുക. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് ഗ്രഹങ്ങൾക്ക് പൂജ, 9 ഗ്രഹമുണ്ട്, 9 ഗ്രഹങ്ങൾക്കും പൂജയും കാര്യങ്ങളും ചെയ്താൽ മകേരത്തിൽ അരഭാഗത്തുള്ളവർക്ക് ഏറ്റവും നല്ലതായിട്ട് വരും. ഇനി മിഥുനക്കൂറിൽ പെടുന്നുണ്ട് ബാക്കി അരഭാഗം. ആ മിഥുനക്കൂറിൽ പെടുന്ന മകേരിക്കാർ 9ാം ഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. വ്യാഴാണെങ്കിൽ 12-ലുമാണ്. അപ്പോഴും അവർക്ക് മോക്ഷസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ വ്യാഴത്തിന്, അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായി പോകണം. നന്നായി എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. 9ാം ഭാവത്തിൽ ശനീശ്വരൻ ഭാഗ്യഭാവത്തിൽ ഉണ്ടെങ്കിലും വ്യാഴം സർവ്വ ഈശ്വരകാരകത്വം വ്യാഴത്തിനുള്ളത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായി പ്രാർത്ഥിക്കുക. മുന്നോട്ടുള്ള തടസ്സങ്ങളെ മാറ്റി കൊണ്ട് നമുക്ക് ഈ ഒരു വർഷത്തെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അതിൽ പഠന കാര്യങ്ങൾക്ക് ഒരു അലസത വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലും നമുക്ക് കുറച്ച് നമ്മളിപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് പോയാൽ ചിലപ്പോൾ അത് കിട്ടാത്ത ഒരു സംഭവങ്ങളൊക്കെ വരാം. അതുകൊണ്ട് മനസ്സൊന്നും ടെൻഷനാവാതെ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശനിയാണ് നമുക്കിവിടെ ഭാഗ്യം കൊണ്ടു തരുന്ന ഈ വർഷം. അപ്പോൾ ശനിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന കൊടുക്കുക. അതേപോലെ പൗർണമിക്ക് പൂജ കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ ഈ മകേരത്തിൻ്റെ പകുതി ഭാഗമുള്ളവർക്കും മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് 9ാം ഭാവത്തിലാണ് ശനീശ്വരൻ, 12ാം ഭാവത്തിലാണ് നമ്മുടെ വ്യാഴം. ഈ ഒരു വർഷത്തിലെ മാർച്ച് വരയ്ക്കൊക്കെ നമുക്ക് ശനീശ്വരൻ കൊണ്ടുതരുന്ന നല്ല ഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ ഈ ഭാഗ്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ സർവ്വ ഈശ്വരകാരകത്വമുള്ള വ്യാഴത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് വിദേശത്തേക്ക് പോകുന്നതോ അതല്ല, നമുക്കൊരു ബിസിനസ്സിൻ്റെ ഷെയറായിട്ട് ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഷെയറായിട്ട് ഒരു 3 പേരോ 4 പേരൊക്കെ ആയിട്ട് നടത്തുമ്പോൾ അല്ലെങ്കിൽ 2 പേരായിട്ടാണെങ്കിലും ഈ ഒരു വർഷം വളരെ സൂക്ഷിക്കണം. വ്യാഴം 12-ലാണ്, ശനി 9-ലാണ്. അത് മാർച്ച് വരെ കഴിഞ്ഞ് ശനീശ്വരൻ മാറി വരുന്നുണ്ട്. അപ്പോൾ ഷെയർ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് എടുക്കുക. പിന്നെ നമുക്ക് ഗവൺമെൻറ് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും കിട്ടുന്ന ദോഷങ്ങളൊക്കെ 12-ൽ നമ്മൾ വിചാരിക്കാതെ നമുക്കൊരു പ്രതിസന്ധി വരിക, അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ വരും. കുട്ടികളാണെങ്കിലും എല്ലാം ഓഫർ ലെറ്ററോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി നിന്നിട്ടാണെങ്കിലും കാലതാമസം എടുക്കും. അപ്പം അതുകൊണ്ടൊന്നും നിങ്ങൾ മനസ്സിന് ടെൻഷൻ എടുക്കാതെ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ നന്നായിട്ട് നാമം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. വീട്ടിൽ തന്നെ ഒരു നെയ്വിളക്ക് വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദേവി മഹാത്മ്യത്തിലെ ഏതെങ്കിലും ഒരു അധ്യായം പാരായണം ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ ഈ വിദേശത്തേക്ക് പോകുന്ന തടസ്സമുള്ള കുട്ടികൾക്കൊക്കെ മാറ്റങ്ങൾ വരും. എന്നുവെച്ചാൽ ആ ശനീശ്വരൻ അവിടെ നമുക്ക് ഭാഗ്യങ്ങൾ തരും. അതേപോലെ ബിസിനസ്സാണെങ്കിലും ഗവൺമെൻറ് ജോലിക്കാരായാലും സാധാരണ ഒരു ജോലിക്കാരായാലും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് വരുന്ന ദോഷങ്ങൾ ഉണ്ട് എന്നറിഞ്ഞിട്ട് അവരോടൊക്കെ നന്നായിട്ട് പെരുമാറാനും നമ്മുടെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് പെരുമാറാനൊക്കെ നടക്കുന്നത് ഈ ഒരു വർഷത്തേക്ക് നല്ലതായിരിക്കും. പുണർദ നക്ഷത്രത്തിൻ്റെ കാൽഭാഗം, അതും മിഥുനൻ രാശിയിലാണ്. അപ്പം പുണർദ നക്ഷത്രക്കാരൻ്റെ കാൽഭാഗമാണ് നമുക്ക് മിഥുനൻ രാശിയിലുള്ളത്. അപ്പോൾ അവരിലാണെങ്കിൽ ഈ 12-ലാണ്, കാൽഭാഗമുള്ളവർക്ക് 12-ലാണ് ഇവിടെ വ്യാഴം വരുന്നത്. ശനി വരുന്നത് 9ാം ഭാവത്തിൽ കൂടിയാണ്. അപ്പോൾ 9-ലെ ശനി നല്ല ഭാവത്തിലാണെങ്കിലും സർവ്വ ഈശ്വരകാരകത്വമുള്ള വ്യാഴം നമുക്ക് 12-ലാണ് പോയി നിൽക്കുന്നത്. മോക്ഷസ്ഥാനാണ് എങ്കിലും അവിടുത്തെ ശുക്രൻ്റെ ക്ഷേത്രമാണ്.
നമ്മൾ വിചാരിക്കുന്ന മോഹങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വരാം. അപ്പോൾ ഇതുപോലെ വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാവും വ്യാഴം 12-ലൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ അതിന് നമ്മൾ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയി നന്നായി പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് തിങ്കളാഴ്ച ദിവസം വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. പിന്നെ അതേപോലെ ഈ ബിസിനസ്, പിന്നെ ഷെയർ മാർക്കറ്റ്, അതെല്ലാം മാർക്കറ്റിംഗ് ആയിട്ടുള്ള നടക്കുന്ന ആൾക്കാർ അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷം. പുണർദത്തിൻ്റെ കാൽഭാഗം ഉള്ള മിഥുനക്കൂറുകാർക്ക്. ഇനി ഈ പുണർദത്തിൻ്റെ തന്നെ 3/4 ഭാഗവും കർക്കിടകത്തിലാണ് വരുന്നത്. അപ്പോൾ ആ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ 11-ാം ഭാവത്തിലാണ് വ്യാഴം. അപ്പോൾ ലാഭസ്ഥാനമല്ലേ. അപ്പോൾ ആ ലാഭസ്ഥാനത്തിലേക്ക് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ലാഭസ്ഥാനത്ത് വരുന്നുണ്ടെങ്കിലും ശനീശ്വരൻ അവർക്ക് അഷ്ടമത്തിലാണ്. അപ്പോൾ രോഗങ്ങളെ ഉണ്ടാക്കും. നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും, നിങ്ങൾ ഭൂമി കച്ചവടക്കാരാണെങ്കിലും നിങ്ങൾക്ക് ലാഭം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഓടി നിൽക്കുമ്പോൾ നമുക്കിവിടെ രോഗാവസ്ഥകൾ വരുന്നുണ്ട്. അത് വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഈ നവംബർ വരെ വക്രഗതിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ഈ വക്രഗതിയിലാകുമ്പോൾ ഞരമ്പ് സംബന്ധം കാലിലാണ് ഏറ്റവും കൂടുതൽ. ഉടന്തനാണല്ലോ ശനീശ്വരൻ. അപ്പോൾ പിന്നെ കുംഭത്തിലാണ് നിൽക്കുന്നതും. അപ്പോൾ കാല് സംബന്ധമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതിനെയൊക്കെ വളരെയധികം കെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പുണർദത്തിൻ്റെ ഈ കർക്കിടകക്കൂറിൽ പെടുന്ന പുണർദ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കും. ലാഭമൊക്കെ കിട്ടും അവർക്ക്. അങ്ങനെ സാമ്പത്തിക വിഷയങ്ങളിൽ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ രോഗാവസ്ഥകളുണ്ട്. കുട്ടികളാണെങ്കിലും ബൈക്കൊക്കെ ഓടിപ്പിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. അത് എന്ന് വെച്ചാൽ അപകടങ്ങൾ പറ്റാനും ഈ ശനിക്ക് ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു ശനീശ്വരൻ നമുക്ക് അപകടങ്ങളാണ് പറ്റുക, മരണത്തിനല്ല കൂടുതൽ. അഷ്ടമത്തിലെ ശനി മരണത്തെ ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ അപകടങ്ങളെ വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ വളരെ സൂക്ഷിച്ച് ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, കദളിപ്പഴം നിവേദിച്ച് അത് കഴിക്കുക. പൂയ നക്ഷത്രം കർക്കിടകൂറിലുള്ളവരാണ്. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 11-ലാണ് ഈ ഒരു വർഷം വ്യാഴം നിൽക്കുന്നത്. ശനി അഷ്ടമത്തിലുമാണ്. അപ്പോൾ വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് ഏറ്റവും ശോഭന ഫലമാണ് നമുക്ക് കിട്ടുക. എവിടെ ചെന്നാലും ഒരു വാതിൽ നമുക്ക് തുറന്നു എന്ന് തോന്നിപ്പിക്കും. അത് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൽ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ തോന്നലുകളല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് അതിനെ കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോരാൻ പാടും. നമ്മളൊരു കർമ്മത്തിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന കാര്യം നടക്കും, അത് ശരിയാക്കി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് കറക്റ്റ് ആണോ ഇല്ലേ എന്ന് നിങ്ങൾ അവിടെ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മാറിപ്പോവാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ അവിടെ ചില ഗ്രഹങ്ങൾ മാറി വരും, ചുവ വരും, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു സമയം പോയ നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കുക. പിന്നെ രോഗാവസ്ഥകൾ, കാലുവേദന, കൈ വലിക്കൽ, അതേപോലെ തോള് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നീര് വരിക, അതൊക്കെ വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. സ്കിന്നിൽ രോഗങ്ങൾ ഉണ്ടാവാം. അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ പൂയ നക്ഷത്രക്കാർക്ക്. ലാഭമുണ്ട്, അത് നന്നായിട്ട് നോക്കുക. കുട്ടികളാണെങ്കിലും വിദേശവാസത്തേക്ക് പോകാനും അവിടെ ചെന്ന വശം നമുക്ക് ഉടനെ തന്നെ നമുക്കൊരു നല്ല ജോലിയും ലാഭത്തിൽ കിട്ടിയില്ലെങ്കിലും പിന്നീട് ഒരു 2-3 മാസം കഴിഞ്ഞ് നമുക്ക് ലാഭകരമായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് വിട്ടുക കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക. വളരെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് തന്നെ അവിടെ നിൽക്കുക. അപ്പോൾ രോഗങ്ങളെ മാത്രമാണ് നമ്മളിവിടെ സൂക്ഷിക്കേണ്ടത്. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ 11 തന്നെയാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. ശനീശ്വരനാണെങ്കിൽ അഷ്ടമത്തിൽ തന്നെയാണ്. അപ്പോൾ അഷ്ടമത്തിൽ ശനീശ്വരൻ നിൽക്കുകയും 9-ാം ഭാവത്തിൽ ഭാഗ്യങ്ങളെ കുറച്ചുകൊണ്ട് നമുക്ക് രാഹു വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലാഭം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഫലമാണ്. അതിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ ഈ പറയുന്ന ശനിയുടെയൊക്കെ ദോഷങ്ങൾ പറയുന്നത്. അപ്പോൾ സർവ്വ ഈശ്വരകാരകത്വം വ്യാഴത്തിനുള്ളത് കൊണ്ട് ഈ ഭഗവാനെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ സ്ത്രീകളാണെങ്കിൽ നമുക്ക് വ്യാഴാഴ്ച ദിവസം എന്താ പറയുക, വ്രതങ്ങൾ എടുക്കാം. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യാം. പിന്നെ ഈ നാഗർക്ക് പൂജ കൊടുക്കുക. അതായത് 9-ാം ഭാവത്തിലാണല്ലോ, അപ്പോൾ ആയില്യ നക്ഷത്രം കൂടിയാണ്. അപ്പോൾ 9-ാം ഭാവത്തിലുള്ള നാഗത്തങ്കാവിലൊക്കെ പോയിട്ട് നമ്മൾ പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം ശോഭന ഫലങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിൽ, അതായത് നമ്മുടെ മക്കൾക്കോ അവർക്കൊക്കെ നല്ല ഒരു കുടുംബ സൗഖ്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വർഷം വളരെ ശ്രദ്ധയോടുകൂടി പോവുകയാണെങ്കിൽ നല്ല അഭിമാനമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും.
മകനക്ഷത്രം. മകനക്ഷത്രം ചിങ്ങക്കൂറിലുള്ളതാണ്. അപ്പോൾ ആ ചിങ്ങക്കൂറിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം 7ാം ഭാവത്തിൽ കണ്ടകശനിയുടെ കാലഘട്ടമാണ്. അഷ്ടമത്തിലാണെങ്കിൽ രാഹുവാണ്. അപ്പോൾ അത് പിന്നെ കർമ്മത്തിൽ അവർക്ക് വ്യാഴമുണ്ട്. കർമ്മത്തിൽ വ്യാഴം വരുമ്പോൾ നമ്മൾ വളരെയധികം വർക്കിന് വേണ്ടി ഓടി നടക്കണം. അത്രയും ഹാർഡ് വർക്ക് ചെയ്താലാണ് അവിടെ വ്യാഴം നമുക്ക് സാമ്പത്തിക ഭാവത്തിലേക്കൊരു മാറ്റം വരിക. അപ്പോൾ ഇവർക്ക് രോഗാവസ്ഥകളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അലസത വരുത്താതെ, ശനീശ്വരൻ നമുക്ക് അലസത വരുത്തും. ആ അലസത, ഉറക്കം, ക്ഷീണം, തളർച്ച അതൊക്കെ കൂടുതൽ വരുത്തും. അപ്പോൾ അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. എന്നാൽ മാത്രമാണ് ഈ മകനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നമുക്ക് നല്ല സ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. പിന്നെ ഈ ഇവിടെ അഷ്ടമത്തിൽ രാഹു ആയതുകൊണ്ടും ഈ രോഗാവസ്ഥകളെ പറയുന്നുണ്ട്. രോഗാവസ്ഥകൾ വരും, സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ രോഗം വരും, പിന്നെ കാല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാം. ഇതൊക്കെ നമുക്ക് വരുന്ന ഒരു സമയമാണെങ്കിലും വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു ടെസ്റ്റ് എഴുതുന്ന കുട്ടികളാണെങ്കിലും ഇവിടെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്ര ഭദ്രകാളി സ്വരൂപിണിയായ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. അതും ഏറ്റവും നല്ലതാണ്. പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, വില്ലുവാർച്ചന നടത്തുക. ഇതാണ് ഈ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷത്തെ ഫലം. പൂരനക്ഷത്രക്കാർ ചിങ്ങൻ രാശിയിൽ ഉൾപ്പെടുന്ന ഒരു നക്ഷത്രമാണല്ലോ. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലാണ് നമുക്ക് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ നിവൃത്തി സ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അതിൽ മാർച്ച് വരെ ഈ ശനീശ്വരൻ നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മൾ അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ശനി നമ്മുടെ കൂടെ നിൽക്കും. ശനീശ്വരനെ സംബന്ധിച്ച് കർമ്മമാണ് ശനീശ്വരന് ഏറ്റവും മുഖ്യം. ഇപ്പോൾ 7ൽ നിൽക്കും, നിവൃത്തി സ്ഥാനത്താണ്. ചിലപ്പോൾ ഒരു ദിവസം പോകേണ്ടത് 2 ദിവസം നമ്മളെ പോകും. അത് ഇത്തിരി അലസതയായി നിന്നുണ്ടെങ്കിൽ അവിടെ കിടത്തും. നമുക്ക് എപ്പോഴും വീട്ടിൽ കയറണം, ഉറങ്ങണം, അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് തോന്നിക്കും. അതല്ല, നമുക്ക് ഒരു ദിവസം പോയാലും ഞാൻ നാളെ തന്നെ പോവും, ഇങ്ങനെയൊന്നായാൽ ശരിയാവില്ല എന്നുള്ള ഭാവത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പൂര നക്ഷത്രക്കാർക്ക് കർമ്മത്തിലൂടെ വരുന്ന നല്ല ഭാവി നമുക്ക് ഈ ഒരു വർഷത്തെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇവിടെ അഷ്ടമത്തിൽ രാഹു വരുന്നത് നമുക്ക് രോഗാവസ്ഥകളെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കർമ്മത്തിൽ തടസ്സങ്ങളുണ്ടാവും, രോഗാവസ്ഥകളുണ്ടാവും. ഇതിനെയൊക്കെ നമ്മൾ ശനിയെ തന്നെ മുറുക്കി പിടിച്ച്, അതായത് ശിവൻ്റെ അമ്പലത്തിൽ പോയി പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം, ശിവപഞ്ചാക്ഷര മന്ത്രം ജപിക്കാം. ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് തന്നെ കർമ്മത്തിലേക്ക് വ്യാഴം കൊണ്ടുതരുന്ന സാമ്പത്തിക ഭാവം നമുക്കുണ്ടാവും. ഇപ്പോൾ ശനി 7ലാണ്, കണ്ടകശനിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയല്ല. പക്ഷെ വ്യാഴമുണ്ട് നമുക്ക് 10 ഭാവത്തിൽ. കർമ്മത്തെ കൊണ്ടുവരുന്ന ആളാണ് വ്യാഴം. അപ്പോൾ ഇവിടെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ ഈ കുട്ടികളാണെങ്കിലും ഷെയർ മാർക്കറ്റ് ആദ്യമൊക്കെ ഇടുമ്പോൾ നമുക്കൊരു കമ്മിയായിട്ട് വരും. പക്ഷെ അതിലൂടെ ശ്രദ്ധിച്ച് നമ്മളൊരു നന്നായിട്ട് അതിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പൂര നക്ഷത്രക്കാർ ഈ ഒരു വർഷം കർമ്മത്തെ നന്നായിട്ട് ശ്രദ്ധിക്കുക. കർമ്മമാണ് മുഖ്യം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. രോഗങ്ങളും തടസ്സങ്ങളൊക്കെ ഇവിടെ വരുത്തുന്നുണ്ട്. അതിനെയൊക്കെ മാറ്റി വെച്ച് അത് ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മൾ അർച്ചനകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്നേ വേണം. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാൽഭാഗമാണ് നമുക്ക് ഇവിടെ ചിങ്ങക്കൂറിൽ വരുന്നത്. ആ കാൽഭാഗത്തിൽ വെച്ചിട്ട് നമ്മൾ പോകുന്നവർ ഇതുപോലെ തന്നെ ഈ അഷ്ടമത്തിൽ രാഹുവും 7ാം ഭാവത്തിൽ ശനീശ്വരനാണ്. അപ്പോൾ ശനി നവംബർ വരെ വക്രഗതിയിലും അത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സ്ഥിതിയിലും പോവുകയും മാർച്ച് വരെ ഉണ്ടാവും. അപ്പോൾ ഇത് വക്രഗതി ഉണ്ടാകുമ്പോൾ നമുക്കൊരു തിരിച്ചൽ, അത് കഴിഞ്ഞ് കറക്റ്റ് ആ സ്ഥലത്തെത്തുമ്പോൾ ഒരു തിരിച്ചൽ. 7ലാണ്, നിവൃത്തി സ്ഥാനമാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾക്ക് ബിസിനസ്സുകാരാണെങ്കിൽ നമുക്ക് ഇന്ന് ചെല്ലാം, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ആളെ കാണില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മാനസികമായിട്ട് തളർന്ന് പോവാതെ നമുക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ 2ാം ഭാവത്തിൽ കേതുവാണ്. സാമ്പത്തികമായിട്ടും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്നൊരു സമയം തന്നെയാണ്. പക്ഷേ കർമ്മത്തിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. കർമ്മമാണ് മുഖ്യം എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കർമ്മത്തിൽ നിൽക്കുന്ന ഈ വ്യാഴം നമുക്ക് നല്ല ഫലം കിട്ടും. അതേപോലെ കർമ്മത്തിൽ നിൽക്കുന്ന വ്യാഴം ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ശുക്രനാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3ാം ഭാവത്തിൻ്റെയും ശുക്രനാണ്. എന്ന് വെച്ചാൽ മോഹങ്ങൾ ധാരാളം. ഇന്നത് ശരിയായി കഴിഞ്ഞാൽ ഇന്നത് വരും എന്നുള്ള ആ മോഹങ്ങളൊക്കെ മാറ്റി ഒതുക്കി നിർത്തിയിട്ട് കയ്യിൽ വന്നതിന് ശേഷം മുന്നോട്ട് പോവുക. അതായത് സാമ്പത്തിക ഭാവങ്ങൾ കയ്യിലെത്തിയതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നമ്മൾ ഇന്നത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവും ചെയ്യരുത്.
അവിടെയും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഉണ്ടാകുന്ന അപ്രീതിക്ക് കാരണമാവാനായിട്ട് കുറേ സാധ്യതകളുണ്ട്. അതിനെയൊക്കെ മാറ്റി ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. പിന്നെ ആഞ്ജനേയർക്ക് വെറ്റിലമാല സമർപ്പിക്കുക. എന്നുവെച്ചാൽ എന്ത് വിഘ്നങ്ങളും ആഞ്ജനേയർ അത് തീർക്കും. ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ടൊരു തേങ്ങ മുട്ടറുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഉത്തരത്തിൻ്റെ കാൽഭാഗം, ആ ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും നമുക്ക് കന്നിക്കൂറിലുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് 7-ലാണ് രാഹു നിൽക്കുന്നത്. 7-ലെ രാഹുവാണ്, 9-ലാണ് വ്യാഴം വരുന്നത്. അപ്പോൾ 9-ലെ വ്യാഴം അവർക്ക് നല്ല ഫലങ്ങളാണ് കൊടുക്കുക, ഭാഗ്യഭാവമാണ്. അവരുടെ ഉപാസനാമൂർത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് എടുത്താലായിട്ട് ഇവർക്ക് ഏറ്റവും നല്ല സമയം കിട്ടും. അതേപോലെ ഒരു 6-ാം ഭാവത്തിൽ, 6-ൽ ശനീശ്വരൻ നിൽക്കുമ്പോൾ ശത്രുഭാവത്തിൽ നിൽക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് ഹനിച്ചിട്ട് എത്ര ശത്രു വന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളും ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിലുള്ളവർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അവരും വളരെയധികം സൂക്ഷിച്ച്, കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഭാഗ്യത്തിലാണ്, പെട്ടെന്നൊരു ടെസ്റ്റ് എഴുതി പെട്ടെന്നൊരു ഭാഗ്യം പോലെ നമുക്ക് ഒരു കാര്യത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങളുടെ ഗ്രഹനില നന്നായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്തുള്ള ആരെങ്കിലും കൊണ്ട് നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യാഴനൊക്കെ ഒരു നല്ല ബലം ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള വിദേശത്തേക്കോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഇത്തിരി കൂടി നല്ല ഒരു ഭാവത്തിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് 9-ാം ഭാവത്തിൽ വ്യാഴം ഈ ഒരു വർഷം നമുക്ക് നല്ലൊരു ഫലം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ശനീശ്വരൻ നമുക്ക് 6-ാം ഭാവത്തിലാണ്. അപ്പോൾ ധാരാളം ശത്രുക്കളുള്ള ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതായത് ബിസിനസ്സോ ഭൂമി കച്ചവടമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും എത്ര ശത്രുക്കളുണ്ടെങ്കിലും അവരെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് ശത്രുവാണെങ്കിൽ അവരെ പോയി സംസാരിച്ച് കൺവിൻസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വ്യാഴാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അത് മനസ്സിലാക്കി എത്ര നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി നമ്മൾ മിണ്ടാതിരിക്കുന്ന വല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ ആണെന്ന് വെച്ചാലും നമ്മളവരെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ മാറാവുന്ന വിഷയങ്ങൾ നമുക്ക് ഈ ഒരു വർഷം കിട്ടും. അപ്പം അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഭാഗ്യങ്ങളും കിട്ടും. അതാണ് ഇവിടുത്തെ വിഷയം. നമ്മളിപ്പോൾ ഒരു ശത്രു ഉണ്ട് എന്ന് വിചാരിച്ച് കാലാകാലം നമ്മളത് നോക്കിയിരിക്കാതെ അവരായിട്ട് സംസാരിച്ച് അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഇവിടെ ഏറ്റവും നല്ല ശോഭനമായ ഫലങ്ങൾ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ അവരാവണമെന്നില്ല, വേറെ രീതിയിലൂടെ നമുക്ക് അത് സംഭവിക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ 7-ാം ഭാവത്തിൽ നമുക്ക് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ നിവൃത്തി എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ പെട്ടെന്ന് അത് നടന്നൊന്നും വരില്ല, അവിടെ ഒരു ചെറിയ തടസ്സമാണ്. ആ രാഹു ആണല്ലോ, രാഹു എപ്പോഴും നമുക്ക് തടസ്സമാണ്. ലഗ്നത്തിൻ്റെ കൂടെയാണെങ്കിൽ കേതുവാണ്, അതായത് ഈ നക്ഷത്രത്തിൻ്റെ കൂടെ കേതുവും കൂടി നിൽക്കുകയാണ് അത്ത നക്ഷത്രത്തിൻ്റെ. അപ്പോൾ അപ്പോഴും നമുക്ക് തടസ്സങ്ങളുണ്ടാവും. പിന്നെ വാഹനാദികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഭാഗ്യത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് നമ്മുടേതായ കാര്യങ്ങൾക്കൊരു തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ ഒരു വർഷം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കുട്ടികൾക്കാണെങ്കിലും അമ്മമാർക്കായാലും സ്ത്രീ ഗ്രഹങ്ങൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലത്തിലേക്ക് പോകാനായിട്ട് അത്ത നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ അരഭാഗം നമുക്ക് ഇവിടെ കന്നിക്കൂറിലാണ് നിൽക്കുന്നത്. ആ അരഭാഗത്തിലുള്ളവർക്കാണെങ്കിലും വ്യാഴം 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമാണ്. മാർച്ച് വരയ്ക്ക് ശനീശ്വരൻ നമുക്ക് ഇവിടെ 6-ൽ നിൽക്കുന്നു. അപ്പോൾ 6-ൽ ശനീശ്വരൻ നമുക്ക് ശത്രുഭാവത്തിലുള്ള എത്ര പേരുണ്ടെങ്കിൽ തന്നെ അവരെയൊക്കെ മാറ്റി നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാനും നമുക്കുള്ള മുന്നോട്ടുള്ള പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ 7-ലെ രാഹു നമുക്ക് സ്കിന്നിലെ രോഗങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടാവും, ചെറിയൊരു തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ഈ രാഹു ആണ് എന്ന് മനസ്സിലാക്കി നമ്മൾ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. പിന്നെ കുട്ടികളാണെങ്കിൽ ടെസ്റ്റ് ചെയ്തുമാനൊക്കെ പോകുമ്പോൾ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് ഗ്രഹങ്ങൾക്കൊരു പൂജ കൊടുക്കുക, നവഗ്രഹ പട്ടു കൊടുക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടത് വേണ്ട സമയത്ത് നമുക്ക് കിട്ടണം, അതാണല്ലോ നമ്മുടെ ആവശ്യം. നമ്മൾ പഠിച്ചു, നന്നായി പഠിച്ചു കഴിഞ്ഞു, അവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയില്ല, അങ്ങനെ പറയാതെ നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് കിട്ടാനാണ് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതും. അതിനു വേണ്ടിയാണ് ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അതൊക്കെ വളരെയധികം നന്നായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങൾ മുഴുവൻ ഈ ഒരു വർഷം നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. ഇതിൻ്റെ കന്നിക്കൂറുകാരിലുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക്. അത് കഴിഞ്ഞ് തുലാത്തിൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ ബാക്കി പകുതിയുണ്ട്. അവരെ സംബന്ധിച്ചാണെങ്കിൽ
അഷ്ടമത്തിലാണ് വ്യാഴം, അഷ്ടമത്തിലേക്ക് ആ വ്യാഴം മാറും. അപ്പോൾ ആ വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോൾ സാമ്പത്തികമായുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കയ്യിൽ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് കിട്ടും. 2ലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി. ആ 2ാം ഭാവമാണ് നമ്മുടെ നിധിയുടെ ഭാവം. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ അത് കടം മേടിച്ചിട്ട് നടത്താൻ പാടില്ലല്ലോ. നമ്മൾ എന്തൊരു കാര്യവും ബാധ്യത ഏറ്റിട്ടല്ലാതെ നമ്മൾ കർമ്മത്തിലൂടെ വേണം, പൈസ ഉണ്ടാക്കിയിട്ട് തന്നെ വേണം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അതിനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഈ അഷ്ടമത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ബാധ്യതകൾ ഏൽക്കാതെ നമ്മുടെ കർമ്മം നന്നായിട്ട് ശ്രദ്ധിച്ച്, കർമ്മത്തിൽ തടസ്സങ്ങളുണ്ട്, പക്ഷേ കർമ്മത്തിൽ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു 7 ദിവസം അടുപ്പിച്ച് നമുക്ക് ദേവിക്ക് പൂജയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചിത്തിര നക്ഷത്രക്കാരുണ്ട്, തുലാരാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് വ്യാഴം, 5ാം ഭാവത്തിൽ ശനീശ്വരൻ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ മാർച്ച് വരയ്ക്ക് നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവരടുത്ത് സംസാരിക്കാം. 5ാം ഭാവത്തിൽ ശനീശ്വരൻ നിൽക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പം ആ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിച്ച്, മനസ്സിൻ്റെ ഭാവത്തിൽ ശനിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. വ്യാഴം നമുക്കിവിടെ അഷ്ടമത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടക്കുമ്പോൾ ബാധ്യതകൾ ഏൽക്കാതെ, അതായത് കടമധികം മേടിക്കാതെ കർമ്മത്തിലൂടെ കിട്ടുന്ന ധനത്തെ മാത്രം ശ്രദ്ധിച്ച് ഈ ഒരു വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബാധ്യത അധികമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടം ധാരാളം കിട്ടും. 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചോദിക്കുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് കടം കിട്ടും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടും, അതൊക്കെ ചെയ്യും. പക്ഷെ ലാസ്റ്റ് നമ്മൾ മാത്രം ഒറ്റപ്പെട്ട് ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലെത്തും. അപ്പം അത് വളരെയധികം ഈ ചോദ്യ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. 5ാം ഭാവത്തിൽ ശനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപാസനാമൂർത്തി ആതാണെന്നുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ശോഭന ഫലമായിട്ട് കിട്ടും. വ്യാഴനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രത്തിൽ പോവാം. ഇത് രണ്ടും നന്നായി ചെയ്താലായിട്ട് ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ലതായിരിക്കും. ഈ വിശാഖം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം നമുക്ക് തുലാക്കൂറിലും ബാക്കിയുള്ള ഭാഗം വൃശ്ചികക്കൂറിലുമാണ്. അപ്പോൾ തുലാക്കൂറിൽ വരുന്ന ആൾക്കാർക്ക് അഷ്ടമത്തിലാണ് നമുക്ക് ഇവിടെ വ്യാഴം വരുന്നത്, അഷ്ടമത്തിലാണ്. അവരെ സംബന്ധിച്ച് അവർ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഉപാസനാമൂർത്തിയായ ദേവതേനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അവരെ നന്നായി ബലപ്പെടുത്തുക. അല്ലെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഉപാസനയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. അതേപോലെ ഈ വൃശ്ചികക്കൂറിൽ പെടുന്ന വിശാഖ നക്ഷത്രത്തിൽ പെടുന്നവർക്ക് സംബന്ധിച്ച് അവർ 7ലാണ് നിൽക്കുന്നത്, 7ാം ഭാവത്തിലാണ് വ്യാഴം. നിവൃത്തി സ്ഥാനത്ത് വ്യാഴം വന്നു. പക്ഷെ 4ാം ഭാവത്തിൽ അവർക്ക് ശനീശ്വരനാണ്. 4ൽ ശനി വരുമ്പോൾ കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ്. അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. വീട്ടിൽ ഇപ്പോൾ കുടുംബപരമായിട്ട് എന്തെങ്കിലും വഴക്ക്, ഭൂമിയുടേതായിട്ടുള്ള വല്ല തർക്കങ്ങൾ അതൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് വളരെ ക്ഷമയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് അതിനൊക്കെ ഒരു നല്ല തീരുമാനം ഉണ്ടാക്കുക. ആ നല്ലൊരു തീരുമാനം നമുക്കിവിടെ ഈ 7ലെ വ്യാഴം നമുക്ക് നല്ലൊരു ഫലം നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികളാണെങ്കിലും ബിസിനസ്, ഷെയർ മാർക്കറ്റ് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു ബിസിനസ്സിൻ്റെ ഫീൽഡാണ്. നമുക്കൊരു ഷെയർ മാർക്കറ്റ് കാലങ്ങളായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം അതിനെ മാറ്റി വയ്ക്കില്ല. അപ്പോൾ അവിടെയാണെങ്കിലും 7ലുണ്ട് നമുക്ക് വ്യാഴം. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം ഇവിടെ ശനി നിൽക്കുന്നത് കൊണ്ടാണ്. മാർച്ച് വരയ്ക്ക് ശനി വക്രഗതിയിൽ നവംബർ വരെയും മാർച്ചിലേക്ക് ശനിയുടെ മാറ്റങ്ങളും വരുള്ളൂ. അപ്പോൾ അടുത്ത 2025 മാർച്ച് വരെ ഈ ഒരു വർഷത്തിൻ്റെ ഒരു 3/4 ഭാഗവും നമുക്കൊരു നല്ലൊരു സമയമാണ്. അപ്പോൾ അത് വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ 2 രാശിയിൽ നിൽക്കുന്നവർക്കും ഏറ്റവും നല്ല ഫലം ഈ ഒരു വർഷം കിട്ടുന്നതാണ്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ആ വ്യാഴം 4ാം ഭാവത്തിൽ നമുക്ക് ശനി നിൽക്കുന്നു. ഈ ഒരു വർഷത്തിൽ നമുക്ക് ഈ ശനി മാറുന്നുണ്ട്. അടുത്ത 2025 മാർച്ചിലാണ് ശനീശ്വരൻ മാറുന്നത്. അപ്പോൾ കണ്ടകശനിയുടെ കാലഘട്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. വ്യാഴനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ 7ലല്ലേ, 7ാം ഭാവം നിവർത്തി സ്ഥാനമാണ്. അവിടെ വ്യാഴക്ഷേത്രത്തിൽ, ശുക്രൻ്റെ ക്ഷേത്രത്തിലാവുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മോഹങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു വർഷം വലിയ വലിയ മോഹങ്ങൾക്കൊക്കെ ഇത്തിരി മാറ്റിവെച്ച് നമ്മൾ സാമ്പത്തിക വിഷയങ്ങൾ മാത്രം മുന്നോട്ട് നിർത്തി പോവുകയാണെങ്കിൽ നമുക്കൊരു നല്ല ഫലം ഈ മാർച്ച് ആകുമ്പോഴത്തേനും ലഭിക്കുന്നതാണ്. കണ്ടകശനിയാണെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിലിരിക്കാനോ അതൊന്നുമല്ല, നമ്മുടെ കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുക. കർമ്മമാണ് ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം.
ഏഴിലെ വ്യാഴമുണ്ട്. അപ്പോൾ ഈ കർമ്മത്തിൽ നന്നായി ശ്രദ്ധിച്ചാൽ ഈ വ്യാഴം തരുന്ന ഗുണങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കുട്ടികളാണെങ്കിലും ക്ഷേത്രത്തിലൊക്കെ നന്നായിട്ട് പോവാം, നിവൃത്തി സ്ഥാനത്ത് പോവാം. പിന്നെ രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ 5 രാഹു നിൽക്കുന്നത് കൊണ്ട് 5 രാഹു എപ്പോഴും സ്കിന്നിന് സംബന്ധമായ രോഗം ഉണ്ടാവും, മനസ്സിന് അധികമായി ടെൻഷൻ ഉണ്ടാക്കും. ഇതിനൊക്കെ ക്ഷേത്ര അങ്കണത്തിൽ പോയി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് രോഗാവസ്ഥ കണ്ടു, ആരെങ്കിലും ഒരു നല്ലൊരു ഉപദേശം കൊടുത്ത് നമ്മളൊരു ഡോക്ടറെ കാണിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. വേണ്ടത് വേണ്ടപ്പോൾ തോന്നിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാനാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. അപ്പം അതുണ്ടാവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലത്തിലേക്ക് പോകാനും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനൊക്കെ സാധ്യതയുണ്ട്. ഏഴിലെ വ്യാഴം മംഗളകാര്യങ്ങളെ ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. തൃക്കേട്ട നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത്. ശനീശ്വരൻ നിൽക്കുന്നത് 4 തന്നെയാണ്. അപ്പോൾ ആ 4ാം ഭാവത്തിലുള്ള ശനീശ്വരനെ നവംബർ വരെ വക്രഗതിയും മാർച്ച് വരെ സ്വന്തം വീട്ടിൽ നിൽക്കുകയും ചെയ്യുകയാണ്. മാർച്ച് കഴിഞ്ഞാലാണ് ശനിയുടെ മാറ്റം നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ അതുവരയ്ക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച്, കണ്ടകശനിയാണ് എന്ന് വിചാരിക്കാതെ നമ്മുടെ തൊഴിൽ, അതായത് നമ്മുടെ കർമ്മഭാവത്തിൽ വളരെ ശ്രദ്ധിക്കുക. എന്നും നാളേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കർമ്മത്തിൽ എഴുതി വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നാളെ രാവിലെ എണീക്കുമ്പോഴേക്കും നമുക്ക് വയ്യ, അല്ലെങ്കിൽ നമുക്കൊരു തളർച്ച, നമുക്കൊരു ക്ഷീണം, മടിയും അലസതയും 4 ശനി വരുമ്പോൾ ഉണ്ടാക്കും. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പം അതിനു വേണ്ടി നമ്മൾ ശിവൻ്റെ അമ്പലത്തിൽ വില്ലുവാർച്ചന നടത്തുക. പിന്നെ രാഹുവിന് നല്ല പോലെ പ്രാർത്ഥിക്കുക. രാഹു 5-ലായതുകൊണ്ട് അവിടെയും മടിയാണ് നിൽക്കുന്നത്, നമുക്ക് ഇന്ന് പോകണ്ട എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും. അതേപോലെ 7ലെ വ്യാഴം നല്ലൊരു ഭാവത്തിലാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ബാധ്യതകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാവാനും നമുക്ക് ഭൂമി അല്ലെങ്കിൽ വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു വർഷം നമുക്ക് സാധിക്കുന്നതാണ്. അതിൽ ശനി 4-ലായതുകൊണ്ട് അലസതനെയാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത്. അലസത, മടി ഇന്ന് കൂടുതൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങുക തന്നെ വേണം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വർഷം നല്ലതായിട്ട് വരുന്നതാണ്. ഈ മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് 6ാം ഭാവത്തിലാണ്, ധനുരാശിയാണ്, 6ാം ഭാവത്തിലാണ് വ്യാഴം. പക്ഷെ 3-ൽ ശനീശ്വരൻ നിൽക്കുന്നുണ്ട്. ആ 3-ൽ ശനി മുടിവെച്ച് വാഴുമെന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു വർഷം അവർക്ക് നവംബർ വരെ വക്രഗതിയിലാണല്ലോ ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ 3-ലെ ശനി ശരിക്ക് കിരീടം വെച്ച് വാഴാനായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളും ഏതൊരു സ്ഥലത്ത് പോയി നമുക്കൊരു ഉയർന്ന കസാര ലഭിക്കുന്നതിനും ഉയർന്ന ഭാവത്തിലേക്ക് നമുക്കൊരു സ്ഥാനമാനങ്ങൾ ലഭിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ വ്യാഴമാണ് നമുക്ക് 6-ൽ നിൽക്കുന്നത്. അപ്പോൾ ആ വ്യാഴത്തിനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഇരിക്കല്ല. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, വിഷ്ണു സഹസ്രനാമം നമുക്ക് ജപിക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കിരീടം വെച്ച് വാഴാനായിട്ടുള്ള ഒരു നല്ലൊരു സമയം നമുക്ക് മാർച്ച് വരെയുണ്ട്. മാർച്ച് വരെ വ്യാഴം ശനീശ്വരൻ 3-ലാണ്. പിന്നെ വാക്കുകൾ, ഇപ്പോൾ വാക്കിൻ്റെ ഭാവാധിപതിയാണ് 3-ൽ നിൽക്കുന്നത്. പിന്നെ അഹങ്കാരം വർദ്ധിക്കുന്നൊരു സമയമാണെന്ന്. അപ്പോൾ അഹങ്കാരം നമുക്കൊന്നിനും നല്ലതല്ല. അപ്പം മൂലനക്ഷത്രക്കാർ അഹങ്കാരത്തെയൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മൾ നമ്മുടേതായ തന്മയ ഭാവത്തിലേക്ക് വന്ന് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശനി ഇത് കൊണ്ടുവരുന്ന ഭാഗ്യം അത്ഭുതമായ ഭാഗ്യങ്ങളാണ്. ശനീശ്വരൻ എന്തൊക്കെയാണ് നമുക്ക് നന്മ ചെയ്തു തരാമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ ശനി കൊണ്ടുവരുന്ന ഭാഗ്യങ്ങളെ എന്താണ് ആണെങ്കിലും നമ്മൾ സ്വയമേധയെ അതിനെ സ്വീകരിച്ചുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ദേവിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വെളുത്ത പൂക്കൾ കൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കുക. അതായത് ചൊവ്വാഴ്ചയല്ല, തിങ്കളാഴ്ച ദിവസമൊക്കെ പോയി വെളുത്ത പൂക്കൾ കൊണ്ട് ദേവിയെ ആരാധിക്കുക. ശിവക്ഷേത്രത്തിൽ പോയി മുന്നിൽ വിളക്ക്. നമ്മുടെ അഹങ്കാരം എന്നുള്ള ബോധത്തെ മാറ്റി നമ്മുടെ കർമ്മത്തിലേക്കുള്ള വഴിയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൂലനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു ഫലമാണ് ലഭിക്കുന്നത്. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഇതുപോലെ 3-ാം ഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. 6-ാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴവും നിൽക്കുന്നത്. അപ്പോൾ ശനിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. 3-ലെ ശനി മുടി വെച്ച് വാഴുമെന്നും കിരീടമുള്ള ഒരു ശനീശ്വരനാണെന്നും പറയുന്നു. അപ്പോൾ ആ ശനി നമുക്ക് തരുന്ന നല്ല ഭാവങ്ങൾ, ശനി തരുന്നത്
വ്യാഴവും ശുക്രനും രാഹുവും ഒക്കെ തരുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഫലങ്ങളാണ് ശനീശ്വരൻ തരിക. അപ്പോൾ ഈ ശനി തരുന്ന ലാഭങ്ങളൊന്നും തിരിച്ചെടുക്കുന്നില്ല. അതാണ് ശനിയുടെ ഏറ്റവും വലിയ ഗുണം. അതിനുവേണ്ടി ഒരു രാഹു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഗുണങ്ങളൊക്കെ ചിലപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാതും അത് എടുത്തിട്ട് പോകും. അത് അങ്ങനെയും രാഹുവിനെ പറയുന്നു. അപ്പോൾ ശനീശ്വരൻ നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും നമ്മുടെ കർമ്മത്തിൽ വളരെ ശ്രദ്ധിച്ച് പുതിയ പുതിയ കർമ്മ മേഖലയിൽ ഇപ്പം നമ്മുടെ ഏതാണ് ഒരു കർമ്മം വെച്ചാൽ അതിനെ മുന്നേക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്ത് ആണ് ചെയ്യുക? ഒരു മാർക്കറ്റിംഗ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സിലാണോ, രണ്ടാമതൊരു ബിസിനസ് വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ തുടങ്ങാൻ നമുക്ക് സാധിക്കും. അത് തുടങ്ങിക്കഴിയുമ്പോൾ അത് വ്യാഴനെ ഇവിടെ പ്രീതിപ്പെടുത്തണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ശനി നമുക്കാണെങ്കിലും സർവ്വ ഈശ്വര കാരകത്വം വ്യാഴനുള്ളത് കൊണ്ട് വ്യാഴനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പോരാട നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല സമയമാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം മാത്രമാണ് ധനുവിലും, മുക്കാൽ ഭാഗം മകരക്കൂറിലുമാണ്. ഈ ധനുക്കൂറിൽ നിൽക്കുന്ന ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് 3-ലാണ് ഇവർക്ക് ശനീശ്വരൻ നിൽക്കുന്നത്. 3-ല് 6-ാം ഭാവത്തിൽ ഇവരുടെ വ്യാഴവും നിൽക്കുകയാണ്. അപ്പോൾ വ്യാഴത്തിനെ നന്നായി പ്രാർത്ഥിക്കണം. വ്യാഴമാണ് നമുക്ക് സർവ്വ ഈശ്വര കാരകത്വം നിൽക്കുന്നത്. അതുകൊണ്ട് വ്യാഴത്തെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ധാർമ്മിക കാര്യങ്ങൾ നന്നായി ചെയ്യാം. കുടുംബത്തിലെ അമ്മ, അച്ഛൻ ഇവരോടൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ഈ ശനീശ്വരൻ 3-ൽ നിൽക്കുമ്പോൾ കുടുംബത്തെ സ്നേഹിക്കണമെന്ന് പറയും. ശനി എപ്പോഴും അമ്മയെ സ്നേഹിച്ചുകൊണ്ടും കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ടും നടക്കുന്നൊരു ഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയൊക്കെ തൃപ്തിപ്പെടുത്തി ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഈ കാൽഭാഗത്തിൽ നിൽക്കുന്ന ഉത്രാട നക്ഷത്രക്കാർ. ഇനി മകരത്തിൽ നിൽക്കുന്ന ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് 7-ര ശനിയുടെ പോകുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ 2-ലെ ശനിയാണ്. നിധി, കോശം, ധനം, വാക്കുകളെ വളരെ സൂക്ഷിക്കണം അവർ. അതേപോലെ നമുക്ക് കൊടുക്കൽ വാങ്ങൽ, ഒരാൾക്കൊരു കൊടുത്തു കഴിഞ്ഞാൽ ആ സാമ്പത്തികം തിരിച്ചു കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് കണ്ട് നമ്മൾ കൊടുക്കുക. ഈ ഒരു വർഷം നമ്മൾ മാർച്ച് വരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പം ആണെങ്കിൽ നവംബർ വരയ്ക്ക് ഈ ഉത്രാട നക്ഷത്രത്തിൻ്റെ മകരക്കൂറുകാർ നവംബർ വരയ്ക്ക് വക്രഗതിയിലിരിക്കുന്ന ശനീശ്വരനാണ്. പിന്നെ അവർക്ക് വ്യാഴം നല്ലതാണ്. വ്യാഴം 5-ലാണ്. അപ്പോൾ നമ്മുടെ ഉപാസനാമൂർത്തിയെ മുറുക്കി പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടപ്പോൾ തോന്നിക്കാനുള്ള ഒരു ദൈവാധീനം നമുക്ക് അവിടെ ഉണ്ടാവും. വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒരു കുഴിയിലേക്ക് പോകുമ്പോൾ ഇന്നതാണ് എന്ന് പറഞ്ഞു തരാനും നമുക്കൊരാളുണ്ടായിരിക്കും. അത് തന്നെയാണ് ദൈവാധീനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുത്താനായിട്ട് നമ്മുടെ ഉപാസനാമൂർത്തിയോ അല്ലെങ്കിൽ നമ്മൾ എന്നും ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിഘ്നേശ്വരന് നമുക്കൊരു തേങ്ങ മുട്ടടയ്ക്കുക. പിന്നെ ഈ ശനീശ്വരൻ്റെ അമ്പലത്തിൽ പോയി നമുക്ക് വില്വാർച്ചന നടത്തുക. നമ്മുടെ കർമ്മത്തിലേക്ക് വരുന്ന സാമ്പത്തിക ഭാവം ഇങ്ങനെ ബാധ്യതകളിലേക്ക് പോവാതെ, അതായത് ബാധ്യതകളൊന്നും വരുത്താതെ അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും നല്ല സമയമാണ്. 7-ര ശനി പോവുകയാണ്, വളരെ സൂക്ഷിക്കണം. അപ്പോൾ 7-ര ശനീനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ മകരൻ രാശിക്കാർക്ക് ഉത്രാട നക്ഷത്രക്കാർക്ക് നല്ലതാണ്. കന്നി രാശിക്കാരിലെ ഉത്രാട നക്ഷത്രക്കാർ മകരത്തിനേക്കാൾ ഇത്തിരി കൂടി നല്ലൊരു സമയമാണ്. അവർക്ക് ശനീശ്വരൻ കൊണ്ടുവരുന്ന നല്ല ഭാവങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഉത്രാട നക്ഷത്രക്കാരെക്കുറിച്ച് ഈ ഒരു വർഷം അവർ ഇതൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ ശോഭന ഫലങ്ങൾ തന്നെയാണ് അവർക്ക് ഉണ്ടാവുന്നത്. തിരുവോണ നക്ഷത്രക്കാർ മകരക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. 2-ലാണ് ഇവർക്ക് ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. 5-ാം ഭാവത്തിലാണ് വ്യാഴവും വന്ന് നിൽക്കുന്നത്. അപ്പോൾ 2-ലെ ശനി 7-ര ശനിയുടെ ഒരു കാലഘട്ടമാണ്. 7-ര ശനി കഴിയാൻ പോവാണ് ഈ മാർച്ച് വരെ, അടുത്ത 2025 മാർച്ച് വരെ. ഈ 7-ര ശനിയിൽ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാവുമ്പോൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം. നമ്മുടെ നിധി, അതായത് നമ്മൾ ഒരാൾക്ക് കൊടുക്കൽ വാങ്ങൽ ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മൾ ധനം കൊടുത്താൽ ചിലപ്പോൾ തിരിച്ച് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടിയെന്ന് വരില്ല. പിന്നീട് നമുക്കത് കിട്ടുമായിരിക്കാം. പക്ഷെ നമ്മൾ ഇന്നൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് കൊടുത്താൽ നമുക്കത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാലഘട്ടമാണ്. നവംബർ വരെ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ ഇവിടെ വ്യാഴമുണ്ട് 5-ാം ഭാവത്തിൽ. ആ വ്യാഴനെ സംബന്ധിച്ച് നമ്മുടെ ഉപാസനാമൂർത്തിയാണ് 5-ൽ വ്യാഴം. അപ്പം നമ്മൾ എന്നോ ഉപാസിക്കുന്ന ഒരു ദേവിയോ അല്ലെങ്കിൽ ഒരു ദേവനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് പ്രോഷിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് ദൈവത്തിനെ അറിഞ്ഞു വിളിക്കുകയും നമ്മുടെ കർമ്മത്തിലൂടെ നമ്മൾ പോവുകയും ചെയ്യുമ്പോൾ
ഈ 2 വരുന്ന നമ്മുടെ വാക്കുകളൊക്കെ നമുക്ക് സൂക്ഷിച്ച് മറന്ന് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ സാമ്പത്തിക ഇടപാട്, എനിക്ക് 2 ശനിയാണ്, എൻ്റെ 7 ശനി പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് അത്രയും അറിവുള്ളവർക്ക് മാത്രം നമ്മൾ ധന ഇടപാടുകൾ നടത്തുക. ഈ ഒരു വർഷം 2025 മാർച്ച് വരയ്ക്ക് നമ്മൾ സൂക്ഷിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഇത്തിരി കൂടി നല്ലൊരു സമയമാണ്. അപ്പം അതുവരയ്ക്ക് ഈ തിരുവോണ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കണം. വിദേശത്ത് ആയാലും ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് റിട്ടേൺ വീട്ടിലേക്ക് വരുന്ന ഒരു സംരംഭമൊന്നും വേണ്ട. അതവിടെ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അവിടെ നിന്നാലും നിങ്ങൾ നിങ്ങളുടെ വാസനമൂർത്തിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് വില്ലുവാർച്ചന നടത്തുക, പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇത് രണ്ടും മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ശോഭന ഫലം കിട്ടാനായിട്ട് സാധിക്കും. അവിട്ട നക്ഷത്രം. അവിട്ട നക്ഷത്രത്തിൻ്റെ അരഭാഗം ഈ മകരക്കൂറും ബാക്കി ഭാഗം കുംഭക്കൂറിലുമാണ്. അപ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ മകരക്കൂറിൽ പെടുന്ന സംബന്ധിച്ച് 2ലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിക്കുക, നമ്മുടെ നിധി, നമ്മൾ ധന ഇടപാടുകൾ വളരെ സൂക്ഷിക്കുക, നമ്മുടെ ദേവതേനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്നും ക്ഷേത്രത്തിൽ പോകാൻ എന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലും ക്ഷേത്ര ദർശനം ആവശ്യമാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ച് എടുത്തു ചാടിയൊന്നും നടത്താൻ പാടില്ലാത്തൊരു സമയകാലഘട്ടം ആണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. പിന്നെ അതുപോലെ വീട് പണി, 2ാം ഭാവം നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ ഭാവത്തിലേക്ക് ധനം പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് പുതിയ ബിസിനസ് അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഓരോ സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ട ഒരു കാലം. അപ്പോൾ വ്യാഴനെ നന്നായി പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. കുട്ടികളാണെങ്കിലും എഴുത്ത് പരീക്ഷയൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എഴുതുക. നമ്മുടെ വാക്കുകൾ നമ്മളിപ്പോൾ ഇന്നത് ശരിയാവും എന്നുള്ള ഓവർ കോൺഫിഡൻ്റ് ഒക്കെ വരുന്നൊരു സമയമാണ്. ഓവർ കോൺഫിഡൻ്റ് ഒന്നും ഇല്ലാതെ ദൈവത്തിലേക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചാൽ ഈ അവിട്ട നക്ഷത്രക്കാർക്ക്, മകരക്കൂറിലുള്ളവർക്ക് അങ്ങനെ ഒരു കാലഘട്ടമാണ്. പിന്നെ ഈ കുംഭക്കൂറിലും പെടുന്ന അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലഗ്നത്തിൽ തന്നെയാണ് ശനീശ്വരൻ. ഇപ്പോൾ ലഗ്നത്തിൽ നവംബർ വരെ വക്രഗതിയാണ്. ആ വക്രഗതിയെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും 4ലാണ് വ്യാഴം. ആ വ്യാഴത്തിനെ 4 എന്ന് പറയുമ്പോൾ കുടുംബദൈവങ്ങൾ, അതുപോലെ നമ്മൾ ധർമ്മദൈവങ്ങൾ എന്ന് പറയുന്ന പോലെ അവരെ നന്നായിട്ട് പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ വെച്ചാൽ ഈ കുംഭത്തിൽ പെടുന്ന അവിട്ട നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷം നന്നായിട്ട് ഒരു നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ 1-2 ദിവസം ആലോചിച്ച് മാത്രം ഒരാൾക്ക് കൊടുക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുക. അതാണ് ഈ ഒരു വർഷം മാർച്ച് വരയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2025 മാർച്ച് വരയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ചതയ നക്ഷത്രം കുംഭക്കൂറിൽ വിടുന്ന നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് 4ാം ഭാവത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ലഗ്നത്തിൽ തന്നെ ശനി വന്ന് നിൽക്കുകയും, അപ്പോൾ ആ ശനീശ്വരൻ മാറുന്നത് 2025 മാർച്ചിലാണ്. അപ്പോൾ അതുവരയ്ക്ക് ഇവർ വളരെയധികം സൂക്ഷിക്കണം. ലഗ്നത്തിൽ തന്നെയാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ജന്മത്തിൽ ശനി വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായ വിഷയങ്ങളും പിന്നെ രോഗങ്ങൾ, അപകടങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം 4ൽ ഇവിടെ വ്യാഴമുണ്ട്. 4ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ കുടുംബപര ദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ ദേവതകൾക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. എന്തെങ്കിലും പുതിയൊരു സംരംഭവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ദേവതയ്ക്ക് പറ്റത്തക്ക വഴിപാട് ചെയ്യുക, അവിടെ പോയി പ്രാർത്ഥിക്കുക. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ശനീശ്വരനിൽ നിന്നുള്ള ദോഷങ്ങൾ കുറച്ച് കുറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഈ ജന്മത്തിൽ ശനി വരുമ്പോൾ നമുക്ക് അലസത, മടി എന്നതൊക്കെ വരും. കുട്ടികൾക്കാണെങ്കിലും വളരെയധികം, അതായത് ഒരു എക്സാമിന് പോവുകയാണെങ്കിൽ തന്നെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ അവിടെ ചെല്ലട്ടെ, അവിടെ ചെന്നിട്ട് അതിൻ്റെ രീതി പോലെ ചെയ്യാം എന്ന് ചിന്തിക്കും. അങ്ങനെയല്ലാതെ നന്നായിട്ട് പ്രാർത്ഥിച്ച് കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വ്യാഴനെ പ്രീതിപ്പെടുത്തി കുടുംബപര ദേവതകളെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ചതയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. പിന്നെ 2ലാണ് നമുക്കവിടെ രാഹു വന്ന് നിൽക്കുന്നത്. അവിടെ വ്യാഴക്ഷേത്രത്തിലെ രാഹുവാണ്. അപ്പോഴും ആ വ്യാഴം, അതായത് ധനപരമായ കാര്യങ്ങൾ അവിടെ വരും. ഇത്തിരി ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം പോകണോടത്ത് ചിലപ്പോൾ 2 പ്രാവശ്യം പോയിട്ടാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നടക്കാനായിട്ട് ചതയ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ലതാണ്. അപ്പോൾ പുതിയ വാഹനങ്ങളോ അല്ലെങ്കിൽ
വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനും ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു വർഷം. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ കാൽഭാഗം എവിടെയും കുംഭത്തിലും ബാക്കിയുള്ള ഭാഗം മീനത്തിലുമാണ് വരുന്നത്. അപ്പോൾ ഈ കുംഭത്തിൽ നിൽക്കുന്ന പൂരോരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്, 4-ാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴവും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ധർമ്മദൈവങ്ങളെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക. അത് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാര ഇതൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ ബിസിനസ്, പിന്നെ ഈ ജന്മത്തിൽ ശനി നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവുന്ന ധനത്തിന് നമുക്കൊരു ഭൂമി മേടിക്കാനോ പ്രതീക്ഷിക്കാതെ നമുക്ക് ലാഭസ്ഥാനത്ത് ഇങ്ങനെ വില കുറച്ച് നമുക്കൊരു ഭൂമി കിട്ടുകയോ അല്ലെങ്കിൽ ഒരു വീട് ലഭിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ഈ കുംഭത്തിൽ നിൽക്കുന്ന ഈ പൂരോരുട്ടാധികാരിക്ക് നല്ലതാണ്. പിന്നെ മീനത്തിൽ നിൽക്കുന്നതുണ്ട്, അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ മീനത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന നക്ഷത്രക്കാരിക്ക് സംബന്ധിച്ച് 12ലാണ് ശനീശ്വരൻ. 7ര ശനിയുടെ ആദ്യത്തെ പോർഷനാണ് 12ലെ ശനി. അവിടെ 3ലാണ്. അപ്പോൾ അവർക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. എന്താ വെച്ചാൽ വ്യാഴവും മറഞ്ഞു നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ 12ാം ഭാവത്തിലും ശനി നിൽക്കുകയാണ്. പക്ഷേ ഇവർ വളരെയധികം ഈ 7ര ശനിയുടെ കാലഘട്ടത്തിലും കണ്ടകശനിയുടെ കാലഘട്ടത്തിലും ശനിയാണ് ആള്. അപ്പം ന്യായാധിപനാണ് ശനീശ്വരൻ. അപ്പം ന്യായത്തിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കുക. അപ്പം നമ്മൾ എപ്പോഴും കർമ്മത്തിൽ മാത്രം വിശ്വസിച്ച് നടക്കുക. എന്നുണ്ടെങ്കിൽ ശനി എപ്പോഴും കർമ്മത്തിലാണെന്ന് നോക്കുക. ഇങ്ങനെ ചതിവില്ലാതെ, ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഇല്ലാതെ ചതിവില്ലാതെ ന്യായത്തിലൂടെ മാത്രം കിട്ടുന്ന ലാഭത്തെ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത ധനത്തെ തരും. അതാണ് ശനിയുടെ ഭാവം. കണ്ടകശനിയുടെ കാലഘട്ടമാണ് എങ്കിലും നമ്മൾ ന്യായമായിട്ടും ധർമ്മമായിട്ടും നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത ധനമാണ് ശനി നമുക്ക് തന്നുവിടുക. അതിനെ സൂക്ഷിക്കുക. പൂരോരുട്ടാതി നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് മുന്നോട്ട് പോയി നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറുകാരാണ്. അപ്പോൾ ആ മീനക്കൂറിൽ നിൽക്കുന്ന ഈ നക്ഷത്രത്തിന് 3-ാം ഭാവത്തിൽ തന്നെയാണ് വ്യാഴം. പിന്നെ 12ലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ 12ലെ ശനി എപ്പോഴും നമുക്ക് കണ്ടകശനിയാണ്. നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും പെട്ടെന്ന് നമുക്ക് ദോഷങ്ങൾ വരും. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ പറയുന്ന ഫലം. പക്ഷേ ശനി എപ്പോഴും ന്യായത്തിൻ്റെ അധിപതിയായതുകൊണ്ടും പിന്നെ കുംഭത്തിൽ നിൽക്കുന്നത് കൊണ്ടും ശനിയെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. അത് പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി നമ്മൾ കുറേ പൂജകളോ അർച്ചനകളോ ചെയ്തുകൊണ്ട് മാത്രമല്ല, നമ്മുടെ കർമ്മത്തിലും നമ്മൾ വളരെയധികം നീതിയായിട്ടും ന്യായമായിട്ടും ചെയ്യുക. അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കുക. നമ്മൾ എന്താണോ ഏതൊരു ചെറിയ തൊഴിലാണെങ്കിലും വലിയ തൊഴിലാണെങ്കിലും അതിനൊരു ന്യായമുണ്ട്, ഒരു നീതിയുണ്ട്. ആ നീതിയിലൂടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ശനീശ്വരൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല അത്ഭുതങ്ങളാണ് തരിക. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യത്തിൽ തന്നെയാണ് നമുക്ക് വരിക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി 7.5 വർഷമുണ്ട്. അതിൽ 12ൽ മാത്രമാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. ഇനി മാർച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മത്തിലേക്കായിരിക്കും വരിക. അപ്പോൾ ആ ജന്മത്തിലേക്ക് വരുമ്പോഴും നമുക്ക് 7ര ശനിയുടെ ജന്മശനി വന്നു, അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ശനിയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇതാണ് എൻ്റെ ശനി, ഈ ശനീശ്വരനെ എപ്പോഴും നമ്മൾ കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫലം തന്നെ ശനീശ്വരൻ തരും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും വ്യാഴത്തിനെ നന്നായി പ്രീതിപ്പെടുത്തണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും ഇവിടെ മനസ്സിന് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കി തരും. എന്ന് വെച്ചാൽ 3ലല്ലേ, 3ലെ മുറവിളി കൂട്ടുമെന്നാണ് പറയുക. അപ്പോൾ 3ലെ വ്യാഴത്തിനെ നമ്മൾ നന്നായി പ്രീതിപ്പെടുത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഇതൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ ഈ ന്യായത്തിൻ്റെ ഭാവത്തിലൂടെ നമ്മുടെ കർമ്മവും കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് പല നല്ലത് വരുത്താനും ശനീശ്വരന് കഴിവുണ്ട്. ഇതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ഫലം. ഇനി രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനക്കൂറുകാരാണ്. അവർക്കും 12ലാണ് ശനീശ്വരൻ നിൽക്കുന്നത്, 3-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ 12ലെ ശനിയാകുമ്പോൾ വിദേശത്തേക്ക് പോകാനും അവിടെയും നമുക്ക് അലസത ഉണ്ടാക്കുക. ഇവിടെ നിന്ന് പോകാനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ആദ്യ കാലങ്ങളിൽ നമുക്ക് കിട്ടുക. പക്ഷെ അവിടെ പിടിച്ച് നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 7ര ശനിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിറയെ സമ്പാദ്യങ്ങളുമായിട്ട് വിദേശത്തു നിന്ന് വരാനൊക്കെ ആയിട്ട് സാധിക്കും. എന്നുവെച്ചാൽ 12ാം ഭാവത്തിലാണ്. 12 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ തന്നെയാണ് നിങ്ങളുടെ രാഹുവും. അപ്പോൾ വിദേശത്തേക്ക് പോയി പുതിയ നല്ല ധനലാഭം ഉണ്ടാക്കാനും
പുതിയ പുതിയ കാര്യങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാനും ഭൂമിയൊക്കെ ഉണ്ടാകാനും. ഇപ്പോൾ ഏഴരശനിയുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടാവുമോ എന്ന് നിങ്ങളെല്ലാവരും സംശയിക്കാം. പക്ഷേ ഇത് പരീക്ഷിച്ച് നോക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ഏഴരശനി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാം, അലസത വരാം. ഇതൊക്കെ ശനി ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നമ്മൾ ഉറങ്ങുന്നുണ്ടോ, നമ്മൾ കർമ്മത്തിൽ എത്രയധികം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പരീക്ഷിക്കും. ശനി എന്ന് പറയുന്ന ഗ്രഹം വളരെ പരീക്ഷിക്കുന്ന ഒരാളും കൂടെ ആണ്. അപ്പം നമ്മൾ ന്യായമുണ്ടോ, അവൻ്റെ ആ കർമ്മത്തിലെ ന്യായത്തിലൂടെയാണോ പോകുന്നത്, ഇതൊക്കെ സൂക്ഷിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ശനീശ്വരനായതുകൊണ്ട് കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏഴരശനിയുടെ ഒരു അപകടവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഗ്രഹനിലയിൽ നന്നായി ശ്രദ്ധിക്കാം. നിങ്ങളുടെ ആ ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സമയമൊക്കെ വെച്ച് നിങ്ങളുടെ ഗ്രഹനില കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശനി ഏത് ഭാവത്തിലാണോ, ഇപ്പോൾ തുലാത്തിലൊക്കെ നിൽക്കുന്ന ശനിയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴരശനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പം അത് ഏറ്റവും നല്ല ഫലമാണ്. പക്ഷേ ഇത് ഫലം തരണമെങ്കിൽ എന്താണ്, ന്യായത്തിലൂടെ പോകണം. അങ്ങനെ ന്യായപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ രേവതി നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷം നല്ലൊരു കാലഘട്ടത്തിലൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ഇപ്പം നമ്മൾ പറയുന്ന പോലെ നല്ല വലിയ ക്ഷേത്രങ്ങൾ, തിരുപ്പതി, ഗുരുവായൂർ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം 1200 ആണ്ട് നമുക്കൊരു ശോഭന ഫലങ്ങളൊക്കെ കിട്ടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.